ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 10 വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഈ ദിവസത്തിൽ നിങ്ങളുടെ ട്രേഡിങ്ങിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ ഇന്ത്യൻ വിപണികൾ ഇടിഞ്ഞു. TCSന്റെ റിസൾട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. എസ്റ്റിമേറ്റുകളെ മീറ്റ് ചെയ്യുന്ന റിസൾട്ട് തന്നെയായിരുന്നു. ഡിവിഡൻഡായി 31 രൂപ കമ്പനി പ്രഖ്യാപിച്ചു. ഈ TCSന്റെ റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ അതിൽ നെഗറ്റീവായി കാണാൻ കഴിയുന്നത് ആദ്യമായി ഡോളർ റവന്യൂ ഗ്രോത്ത് നെഗറ്റീവായി എന്നതാണ്. അതായത് US ഡോളറിൽ സമ്പാദിക്കുന്ന വരുമാനം ഈ ക്വാർട്ടറിൽ നെഗറ്റീവായി എന്നർത്ഥം. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകൾ 6 ആഴ്ച നീണ്ടു നിന്ന വെസ്റ്റ് ഏഷ്യൻ വാറിന് ശേഷം പരിഹാരം കണ്ടെത്താൻ ചർച്ചകൾ നടക്കുന്നതിനെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണികൾ ഇന്നലെ ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത് ഇന്നലെ ഇങ്ങനെയായിരുന്നു. ഡൗ ജോൺസ് 0.58%, S&P 500 0.62%, നാസ്ഡാക്ക് 0.82%. അമേരിക്കയും ഇറാൻ്റെയും സമാധാന ചർച്ചകൾ ഈ വാരാന്ത്യത്തിൽ ഇസ്ലാമാബാദിൽ നടക്കും. ഇതിന് നേതൃത്വം നൽകുന്നത് US വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് ആണ്. ഇനി S&P 500 കഴിഞ്ഞ 2 സെഷനുകളിലായി പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലുകളായിട്ടുള്ള 100 ഡേ 200 ഡേ EMAകൾക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നു. അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് GDP ആൻഡ് PCE റിപ്പോർട്ട് പ്രകാരം 4th ക്വാർട്ടറിൽ US എക്കോണമി ഒരു സ്ലോവർ പേസിലാണ് ഇപ്പോൾ ഒരു ഗ്രോത്ത് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. S&P 500ലെ 11 സെക്ടറുകളിൽ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് എനർജി സ്റ്റോക്കുകളായിരുന്നു. കൺസ്യൂമർ ഡിസ്ക്രിഷണറി കൂടുതൽ നേട്ടമുണ്ടാക്കി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ഇൻഫോസിസ് 1.71% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.3% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 1% ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ ICICI ബാങ്ക് 0.15% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.15% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ചെറിയ നേട്ടത്തിലാണ്. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ്, നിക്കി, കോസ്പി മാർക്കറ്റ് എന്നിവ 1.5% മുകളിൽ നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,920 എന്ന നിലയിൽ 35 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയിൽ ഇന്ന് ഏകദേശം 55 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. US വിപണികൾക്ക് വ്യത്യസ്തമായി യൂറോപ്യൻ വിപണികൾ ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. മറ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള ചില വാർത്തകൾ നോക്കിയാൽ റിയൽ അഗ്രിമെൻ്റ് ആവുന്നതുവരെ US ആർമി ഇറാന് സമീപം തന്നെ ഉണ്ടാകും എന്ന് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരിക്കുന്നു. അതേസമയം ലെബണനിൽ ഇസ്രയേൽ അവരുടെ ആക്രമണം കടുപ്പിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വാസം പകരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് 15,400 ടൺ LPGയുമായി ഒരു ടാങ്കർ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റിൽ എത്തും. ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. വേൾഡ് ബാങ്ക് ഇന്ത്യയുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റ് 2027 ഫിനാൻഷ്യൽ ഇയറിലേക്ക് 6.6% ഉയർത്തിയിരിക്കുന്നു. ഫിനാൻഷ്യൽ ഇയർ 2027 RBIയുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റ് 6.9%, മൂഡീസിൻ്റേത് 6%. ഇനി ഓയിൽ പ്രൈസുകളിലേക്ക്. വ്യാഴാഴ്ച ഓയിൽ പ്രൈസുകൾ ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് 1%, WTI 3% നേട്ടം ഉണ്ടാക്കിയപ്പോഴും $100 താഴെയായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസുകൾ ഇന്നലെ 1% നേട്ടം ഉണ്ടാക്കിയിരുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,11,600 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $72,000 ട്രേഡ് ചെയ്യുന്നു. ഒത്തിരിയേറെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഹൈലൈറ്റ്സിൽ പറഞ്ഞു പോയത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഏവരും അറിയേണ്ട മറ്റൊരു വാർത്തയിലേക്കാണ്. ഇപ്പോൾ യുദ്ധഭീതിയും വോളറ്റാലിറ്റിയും ഒക്കെയുള്ള സമയത്തും ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ അവസരമുണ്ടെന്നാണ് മോർഗൻ സ്റ്റാൻലി പറയുന്നത്. ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലിയുടെ അഭിപ്രായത്തിൽ സെൻസെക്സ് ഡിസംബറിലേക്ക് 95,000 വരെ എത്താനുള്ള സാധ്യതയുണ്ട്. ഇത് ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് ഏകദേശം 24% ഉയർന്നാണ്. ഈ ഒരു നേട്ടത്തിന് പിന്നിൽ അവർ പ്രതീക്ഷിക്കുന്നത് കമ്പനികളുടെ ലാഭ വളർച്ച, വാല്യുവേഷൻ, വിദേശ നിക്ഷേപകരുടെ പൊസിഷനിങ്, കൂടാതെ ഏർണിംഗ് സൈക്കിൾ വീണ്ടും ആരംഭിക്കുന്നത് എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളായി അവർ കാണുന്നത്. പോസിറ്റീവ് സാഹചര്യമാണെങ്കിൽ, അതായത് ഒരു ബുൾ കേസ് ആണ് എന്നുണ്ടെങ്കിൽ സെൻസെക്സ് ഒരുപക്ഷെ 1,07,000 വരെ ഉയരാനുള്ള സാധ്യതയുമുണ്ടെന്ന് അവർ വിലയിരുത്തുന്നു. പക്ഷേ ഇത്തരത്തിൽ സംഭവിക്കണമെങ്കിൽ ക്രൂഡ് ഓയിൽ വില $70 താഴെ എത്തണം. കൂടാതെ ഫിനാൻഷ്യൽ ഇയർ 2006 മുതൽ 2028 വരെ കമ്പനികളുടെ ലാഭം ഏകദേശം 19% വളർച്ച നേടണം. മറുവശത്ത് നെഗറ്റീവ് സാഹചര്യം, അതായത് ഒരു ബിയർ കേസാണ് വരുന്നതെങ്കിൽ സെൻസെക്സ് 76,000 വരെ താഴാനും സാധ്യതയുണ്ട്. ഇത് സാധാരണയായി ക്രൂഡ് ഓയിൽ വില $100 മുകളിലൊക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുണ്ടാവുക.
ഇതുകൂടാതെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഒരു റിസഷനിലേക്ക് പോകുകയാണെങ്കിൽ, കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശനമായിട്ടുള്ള മോണിറ്ററി പോളിസി കൊണ്ടുവരികയാണെങ്കിൽ എന്നീ സാഹചര്യങ്ങളിലൊക്കെ ഒരു ബിയർ കേസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വിദേശ നിക്ഷേപകർ, അതായത് FISന്റെ പങ്കാളിത്തം കുറഞ്ഞിട്ടുണ്ട്. ചില ഹെഡ്ജ് ഫണ്ടുകൾ ഇന്ത്യയെ ഷോർട്ട് പൊസിഷനായി ഉപയോഗിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നു. എന്നിരുന്നാലും ഏർണിംഗ്സ് വീണ്ടും വളരാൻ തുടങ്ങുന്നു എന്ന സാഹചര്യങ്ങളും റുപ്പി അണ്ടർ വാല്യൂഡ് ആണെന്നും റിഫോംസ്, AI വളർച്ച, ബൈബാക്ക് പോലുള്ള ഘടകങ്ങളും മാർക്കറ്റിനെ പിന്തുണയ്ക്കുന്നു എന്ന പ്രധാനപ്പെട്ട പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് തുടരുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഷോർട്ട് ടേം വൊളറ്റാലിറ്റി ഉണ്ടെങ്കിലും ലോങ് ടേം വ്യൂ പോസിറ്റീവായിട്ടാണ് മോർഗൻ സ്റ്റാൻലി കാണുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു വാർത്ത തന്നെയാണിത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഈ നമ്പർ ഒന്ന് എഴുതിയെടുത്തോളൂ. എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ട്രേഡിംഗ് കോഴ്സ് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. ഇതിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, കൂടാതെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, സ്ട്രാറ്റജി ബിൽഡിങ്ങിനെ കുറിച്ച്, ഓപ്ഷൻ ട്രേഡിംഗ്, അതുപോലെ OI അനാലിസിസിനെ കുറിച്ച് ഒക്കെ ഈ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം റിസൾട്ട് പുറത്തു വന്ന TCSന്റെ റിസൾട്ടിലേക്ക്. നെറ്റ് പ്രോഫിറ്റിൽ 12.2% വർധനവാണ് ഇപ്പോൾ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13,718 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.6% വർധനവ് വന്നിരിക്കുന്നു. 70,698 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 14.5% വർധനവും വന്നു. ഇനി ഒരു ക്വാർട്ടർലി അപ്ഡേറ്റ് വരുന്നത് JSW സ്റ്റീലിൻ്റെ ഭാഗത്ത് നിന്നാണ്. കൺസോളിഡേറ്റഡ് ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷനിൽ 3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 7.43 മില്യൺ ടണ്ണിലാണ് ഇപ്പോൾ കൺസോളിഡേറ്റഡ് ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ ഉള്ളത്. ഇന്ത്യൻ ഓപ്പറേഷൻസിൽ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ 1% ഇടിവ് രേഖപ്പെടുത്തി. കമ്പൈൻഡ് ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷനിൽ 2% ഇടിവുമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. അടുത്ത് വിപ്രോ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു വാർത്തയാണ്. കമ്പനി ഷെയർ ബൈബാക്ക് ഏപ്രിൽ 16 പരിഗണിക്കും. അടുത്ത് HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. കമ്പനി ഫണ്ട് റൈസ്, റിസൾട്ട്, ഡിവിഡൻഡ് എന്നിവ ഏപ്രിൽ 16 പ്രഖ്യാപിക്കും. അടുത്ത ടാറ്റ സ്റ്റീൽ എന്ന കമ്പനി. ടാറ്റ സ്റ്റീൽ കളേഴ്സിൽ 100% സ്റ്റേക്ക് സ്വന്തമാക്കി. ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. ഇനി പൂനാവാല ഫിൻകോർപ്പ് എന്ന കമ്പനി QIP ഇഷ്യൂ ലോഞ്ച് ചെയ്ത് ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 390 രൂപയാണ്. സാത്വിക് ഗ്രീൻ എനർജി എന്ന കമ്പനിയാണ് മറ്റൊന്ന്. 108 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് സ്വന്തമാക്കിയിരിക്കുന്നു. അത് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്ത് IFB ഇൻഡസ്ട്രീസിൻ്റെ പുതിയ ഡയറക്ടറും CEOയെയും കമ്പനി നിയമിച്ചിരിക്കുന്നു. അടുത്ത് IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയാണ്. ടോൾ റവന്യൂവിൽ 20% വർധനവ്, കൂടാതെ സ്ട്രോങ് ഗ്രോത്തും കമ്പനി കാണിക്കുന്നു. ഐഷർ മോട്ടോഴ്സിൻ്റെ റോയൽ എൻഫീൽഡ് ആദ്യ ഇലക്ട്രിക് ബൈക്ക് 2.79 ലക്ഷം രൂപ വില വരുന്ന വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തു. അടുത്ത FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS 1711 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തപ്പോൾ DIS 956 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് വലിയ ഇടിവിലായിരുന്നു. നമ്മൾ പറഞ്ഞു 23,775 222 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 2025-ലും 2026-ലും ഒരുപാട് ടച്ച് പോയിന്റുകളുള്ള ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. ഇതിന് മുകളിലായിട്ടൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും, കൂടാതെ അപ്സൈഡിലെ ഈ ഒരു സോണിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കൂടാതെ നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലുള്ള ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ് പ്രധാനപ്പെട്ടതായി ഇന്നലെയും നമ്മൾ പറഞ്ഞത്. ഈ ഒരു സപ്പോർട്ട് സോണിന് താഴെ പോയെങ്കിലും പിന്നീട് അതിന് ഉള്ളിൽ തന്നെ ഒരു ക്ലോസിംഗ് വെക്കുകയായിരുന്നു. ഇനി ഏതായാലും ഇപ്പോഴത്തെ നിലയിൽ ഇനി ഒരു സൈഡ് വേസിനുള്ള സാധ്യതയാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. കാരണം ഇനി യുദ്ധം പൂർണ്ണമായി നിർത്തി എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് അല്ലാതെ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഒരു ന്യൂസ് ഇനിയിപ്പോൾ വരാനില്ല. ഇനി ലോവർ ടൈം ഫ്രെയിമിൽ വരയ്ക്കുകയാണെങ്കിൽ അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. ഏതായാലും ഇനി എത്തരത്തിലായിരിക്കും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,822-ൽ 882 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഏകദേശം 1.5% മുകളിൽ ഇടിഞ്ഞു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായി ആവാൻ സാധ്യതയുള്ളത്. ഏതായാലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു റീടെസ്റ്റിന് ശേഷം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്സൈഡിൽ ഈ ഒരു സോൺ തന്നെയാണ് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത്.